സഖാഫി പറയട്ടെ. അഫ്സൽ സഖാഫി പറയുന്നതിൽ ഇടയിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ? അല്ല, നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഇസ്തിഗാസ എന്ന് പറയുന്ന ഷിർക്ക് നിങ്ങൾ ചെയ്യല്ലേ മനുഷ്യരെ എന്ന് പറഞ്ഞ പോലെ മുജാഹിദാക്കും എന്ന് പറഞ്ഞ് അതൊരു യാഥാർത്ഥ്യമാണ്. തൗഹീദ് പറഞ്ഞ ഓ മുജാഹിദ്, ഈ പറയപ്പെട്ട ഷിർക്ക് പച്ച ഷിർക്ക് പറഞ്ഞാലോ ഓ നല്ല മുസ്ലിമും. ഏത് ഇവരെ മുസ്ലിം, സമസ്തക്കാര മുസ്ലിം. അതിനൊരു കഥ പറയേണ്ട മൂപ്പര് കേട്ടോ കാണികൾ. ഒരാൾ എന്നോട് പറഞ്ഞു, ഞാൻ വേറൊരാളോട് ചൂടായി. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മക്ബറെ പോയിട്ട് അള്ളഹാനോട് ദ്വാരം അറിഞ്ഞു. അങ്ങനെയാ മക്ബറെ അള്ളഹാനോട് ദ്വാരക്കോ മക്ബറെ പോണോ? അപ്പോൾ മഹാനോടല്ലേ ചോദിക്കേണ്ടേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചൂടായി എന്ന് ഒരു ഔലി ആയ ഒരാൾ എന്ന് ഔലിയാക്കളെ പോലെ നടക്കുന്ന ഒരാൾ എന്നോട് പറഞ്ഞു. അപ്പോൾ ആ ഒരു കോലത്തിലേക്ക് ആയിക്കണ്ടേ നമ്മളിപ്പോൾ. നല്ല വിലയിരുത്തലാണത്. നിങ്ങൾ ഏതാണ് കോലം എന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങളിപ്പോൾ പറഞ്ഞു. അതായത് ഒരാൾ മക്ബറയിൽ പോയിരിക്കുകയാണ്, മക്ബറയിൽ പോയിട്ട് അള്ളഹാനോട് ദുആ ചെയ്തു എന്നാണ് പറയണത്. മക്ബറ, ഇതിനിടയ്ക്ക് എൻ്റെ ഒരു വീഡിയോയിൽ മക്ബറ എന്നുള്ളത് അതൊരു ബഹുവചനാണ് എന്നുള്ളൊരു വാക്ക് പറഞ്ഞിരുന്നു. കുറേ ആളുകൾ തിരുത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാ. മക്ബറ എന്ന് പറഞ്ഞാൽ കബറുള്ള സ്ഥലം. അപ്പോൾ കബറിങ്ങ പോയിട്ട് ഒരാൾ അള്ളഹാനോട് ദുആ ചെയ്തു. അപ്പോൾ ഓലൊരു ഔലിയായിട്ടുള്ള ആൾ, ഔലിയ അല്ല ഔലി എന്താണ്? ഈ ഔലിയാക്കന്മാരെ പോലെ ഇങ്ങനെ ഇസ്തിഗാസം ചെയ്ത് നടക്കുന്ന ആൾ. അയാൾ പറഞ്ഞു അത്രേ, ഇജ്ജെന്തിനാ ചങ്ങായി ഈ മക്ബറയിൽ വന്നിട്ട് അള്ളഹാനോട് ദുആ ചെയ്യണേ? അനക്ക് വേറെ എവിടെയെങ്കിലും പോയിരുന്നിട്ട് ദുആ ചെയ്തോട്ടെ, മക്ബറയിൽ പോയാൽ മയ്യത്തിനോട് ദുആ ചെയ്യണമെന്നാ. എന്ത് വിശ്വാസം, എന്ത് പേച്ച വിശ്വാസമാണ് ചങ്ങായിമാരെ നിങ്ങൾ ഈ കൊണ്ടുനടക്കുന്നത്? ഇതല്ലേ ഷിർക്ക്? ഇതല്ലേ അള്ളാൻ്റെ ഹബീബും ഈ 1,00,000 ചില്ലാനും നബിമാരും വന്നിട്ട് ഈ പഠിപ്പിച്ചു തന്ന ഷിർക്ക്? എന്നിട്ട് ഈ ഷിർക്ക് ചെയ്യണ ഇവർ വലിയ മുത്തക്കീങ്ങൾ. തൗഹീദ് പറയണ നമ്മൾ വഹാബികളും. അല്ല, വഹാബിയായിട്ടോ അല്ലെങ്കിൽ മുജാഹിദായിട്ടോ. മുജാഹിദ് എന്ന് പറഞ്ഞാൽ ജിഹാദ് ചെയ്യുന്നവരെന്നാണ്. അതെ, സ്വന്തം നഫ്സിനോടും അതുപോലെ തന്നെ നിങ്ങളെപ്പോലെയുള്ള ഈ പിഴച്ച വിശ്വാസക്കാരോടും ജിഹാദിൽ തന്നെയാണ്, അതിലും സംശയമൊന്നുമില്ല. അപ്പോൾ എന്താണ് ഇവരുടെ നിലവാരം എന്നുള്ളത് അഫ്സൽ സഖാഫിയുടെ വിലയിരുത്തൽ വളരെ കറക്റ്റായിരുന്നു. ഇനി എന്തൊക്കെയാണ് അഫ്സൽ സഖാഫി പറഞ്ഞതെന്ന് നോക്കാം നമുക്ക്. ഏതായാലും ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് അഭിപ്രായം എന്നൊക്കെ പറഞ്ഞാണ്. അള്ളാഹു ഈ ഉമ്മത്തിനെ സലാമത്താക്കട്ടെ എന്ന് പറയാം. അപ്പോൾ കിതാബിലുള്ളതും ഇമാമിയങ്ങൾ പറഞ്ഞെല്ലാം പോയി. എല്ലാ വിഷയത്തിലും ഓരോരുത്തർക്ക് ഇഷ്ടം പോലെ ആയിരിക്കും തോന്നും, പല വിഷയത്തിലും ഉണ്ട്. പിന്നെ അതോടൊപ്പം ഞാൻ മനസ്സിലാക്കിയൊരു സംഗതി എന്ന് പറഞ്ഞാൽ ഇസ്തിഗാസ എന്ന് പറഞ്ഞാലേ ഇപ്പോൾ പോട് പഠിച്ചവനെ പോലെ ആക്കുകയാണ്. ഇസ്തിഗാസ ശരിക്ക് മഹാന്മാർ പലപ്പോഴും നമ്മളെ വിളി അറിഞ്ഞോളണമെന്നില്ല. അപ്പോൾ ഇസ്തിഗാസിനെ കുറിച്ചിട്ട് മൂപ്പര് മനസ്സിലാക്കിയത് മൂപ്പര് പച്ചക്ക് പറഞ്ഞുകൊള്ളു. എന്താണ് ഈ മഹാന്മാർ എന്ന് പറയുന്ന ആളുകളെ ഓല് ചിലപ്പോൾ നമ്മളെ വിളി അറിഞ്ഞുകൊള്ളണമെന്നേ ഇല്ല എന്നുള്ളതാണ്. അറിഞ്ഞുകൊള്ളണമെന്നേ ഇല്ല എന്നല്ല, അറിയുക തന്നെ ഇല്ല എന്നുള്ളതാണ്. അതാണ് യാഥാർത്ഥ്യം. അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഹ്ശറയിൽ ഹൗദുൽ കൗസർ കോരിക്കൊടുക്കുന്ന സമയത്ത് ഒരു വിഭാഗം ആളുകളെടുത്ത് സുഹുക്ക എന്ന് പറഞ്ഞുകൊണ്ട് ആട്ടി വിടുമെന്നുള്ളതാണ്. നിങ്ങൾ ദൂരെ പോ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക്